കോഴിക്കോട് കോട്ടൂളിൽ ദുരൂഹ സാഹചര്യത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോട്ടൂളി സ്വദേശി പ്രജീഷാണ് മരിച്ചത്. ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തിയ പ്രജീഷിന്റെ വസ്ത്രങ്ങളടക്കം കീറിയ നിലയിലായിരുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോടും ചെയ്തു. സമീർ, ഏത് ഘട്ടത്തിലാണ് ഈ കേസിൽ ദുരൂഹത ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത്? എവിടെ നിന്നാണ് ഗുരുതര പരിക്കുകളോടെ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്? ഈ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുഹൈൽ, കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 7:30 ഗുരുതര പരിക്കുകളോടെ പ്രജീഷിനെ കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് സൈക്കിളുമായി പോയതായിരുന്നു. പിന്നീടാണ് ഇയാൾ വീണ് കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ അവരുടെ കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തത്. ചെന്ന് നോക്കുമ്പോൾ പ്രജീഷിന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ നിലയിലായിരുന്നു. ശരീരത്തിലാകമാനം മുറിവുകളും ഉണ്ടായിരുന്നു. സൈക്കിളിൽ നിന്ന് വീണതോ മറ്റു തരത്തിലുള്ള വാഹനാപകടത്തിന്റെ പരിക്കുകളോ ആയിരുന്നില്ല. വിവിധയിടങ്ങളിൽ അടിയേറ്റതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ അടിയേറ്റ ആ പാടുകൾ ഉൾപ്പെടെ കണ്ടെത്തിയതിനെ തുടർന്ന് ആ ദിവസം തന്നെ പോലീസിൽ പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തു. ആദ്യം സഹകരണ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. പിന്നീട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പരിക്ക് ഗുരുതരമായതോടെയായിരുന്നു ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇതിനിടയിലാണ് ഇന്ന് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. 43-കാരനുള്ള പ്രജീഷിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് നേരത്തെ തന്നെ കുടുംബം ആരോപിച്ചിരുന്നു. മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിലാണ് അന്ന് പരാതി നൽകിയിരുന്നത്. ആ പരാതിയിൽ പോലീസ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തി. പക്ഷേ അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചെങ്കിലും അതിൽ ഇദ്ദേഹത്തെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. വഴിയരികിൽ ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായാലും എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.